വരൂ, നിങ്ങളുടെ ഈ തിരക്കിട്ട യാത്രയിൽ ഒരു നിമിഷം ഇവിടെ ഈ ഒരിടത്ത് മാത്രം ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഓരോ കാൽവെപ്പും ഇവിടെ ശാന്തമാവട്ടെ. മെല്ലെ ആഴത്തിലൊരു ശ്വാസമെടുക്കൂ, മറ്റെല്ലാം മറന്നേക്കൂ. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഈ കാഴ്ചയിൽ മാത്രം ശ്രദ്ധിക്കൂ. നിങ്ങളുടെ മുന്നിൽ കാണുന്നത് ഇത് കഅബയുടെ ഒരു പ്രതീകമാണ്. എന്താണെന്നല്ലേ? മനുഷ്യരാശിക്കായി ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ആരാധനാലയം, ലോകത്തിന്റെ തന്നെ ആത്മീയമായ ഹൃദയം. ഒന്നാലോചിച്ചു നോക്കൂ, ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള പ്രാർത്ഥനകൾ, അതെല്ലാം ഇവിടെ ഒത്തുചേർന്ന് ഒന്നായി മാറുകയാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നതുപോലെ തീർച്ചയായും മനുഷ്യർക്കു വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിലുള്ളതത്രേ. അത് അനുഗ്രഹീതവും ലോകർക്ക് മാർഗദർശകവുമാകുന്നു. ഈ വാക്കുകൾ അതിന്റെ ആഴവും പ്രാധാന്യവും നമുക്ക് പറഞ്ഞു തരുന്നു, അല്ലേ? അതെ, ഇത് വെറുമൊരു കാഴ്ചയല്ല, ഇതൊരു യാത്രയുടെ പ്രതീകമാണ്. ഒന്നിലേക്കുള്ള യാത്ര, നമ്മളെല്ലാവരും ഒന്നാണെന്ന തിരിച്ചറിവിലേക്കുള്ള യാത്ര. ഇനി ഒന്ന് കണ്ണടച്ച് സങ്കൽപ്പിക്കൂ. ലളിതമായ വെള്ളവസ്ത്രം ധരിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരു കടലുപോലെ ഈ കേന്ദ്രത്തിനു ചുറ്റും ഒഴുകി നീങ്ങുന്നു. ഒരൊറ്റ സൂര്യനെ ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നതുപോലെ, ഒരേ താളത്തിൽ, ഒരേ ലക്ഷ്യത്തോടെ. ഇതാണ് ബന്ധത്തിന്റെ അനുഭവം, നമ്മുടെയെല്ലാം യാത്രകൾ ഒന്നിച്ചേരുന്ന ഒരിടം. ഈ അനുഭവത്തിന് ശരിക്കും 3 തലങ്ങളുണ്ട്. മനുഷ്യന് മനുഷ്യനോട് തോന്നുന്നൊരു ബന്ധം, പിന്നെ ചരിത്രത്തോട്, അതുപോലെ സൃഷ്ടിക്ക് അതിന്റെ സൃഷ്ടാവിനോടുള്ളൊരു ബന്ധം. ആദ്യത്തേത് മനുഷ്യർ തമ്മിലുള്ള ബന്ധം. ഇവിടെ ഈ ഒരൊറ്റ കേന്ദ്രത്തിനു മുന്നിൽ നിറമില്ല, പദവിയില്ല, രാജ്യമില്ല, ഒന്നുമില്ല. ലോകം നമ്മളെ വേർതിരിക്കുന്ന എല്ലാ മതിലുകളും ഇവിടെ ഇല്ലാതാവുന്നു. എല്ലാവരും തുല്യരാവുന്ന ആ ഒരു നിമിഷം, നമ്മളെല്ലാവരും ഒന്നാണെന്ന ആ വലിയ സത്യം, അത് നമ്മളിവിടെ തിരിച്ചറിയുകയാണ്. രണ്ടാമതായി ചരിത്രവുമായുള്ള നമ്മുടെ ബന്ധം. ഇബ്രാഹിം എന്ന പിതാവിന്റെയും ഹാജറ എന്ന അമ്മയുടെയും ഇസ്മായിൽ എന്ന മകന്റെയും ഓർമ്മകളിലൂടെ ആ വലിയ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി നമ്മളും മാറുന്നു. കാലങ്ങൾക്കപ്പുറമുള്ള ഒരു തുടർച്ചയുടെ കണ്ണി. ഒടുവിൽ ഏറ്റവും ആഴത്തിലുള്ള ആ ബന്ധം, സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ളത്. നമ്മുടെ എല്ലാ ഭാരങ്ങളും എല്ലാ പ്രാർത്ഥനകളും ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് സമർപ്പിക്കുന്നു. പൂർണ്ണമായ ഒരു ലയനം. ഈ കാണുന്ന യാത്രയുണ്ടല്ലോ, ഇത് പുറമെ മാത്രമല്ല നടക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്കുള്ള ഒരു യാത്ര കൂടിയാണിത്. ഒരു ആന്തരിക തീർത്ഥാടനം. അപ്പോൾ ഒരു ചോദ്യം, നമ്മുടെ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പും ഇതുപോലെ നമ്മളെ ഒന്നിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്കുള്ള യാത്രയല്ലേ? എന്താണ് നിങ്ങളുടെ ഉത്തരം? വരൂ, ഇനി നമുക്ക് ഒരുമിച്ച് നടക്കാം ഈ ഭൂമിയിലെ യാത്രയുടെ അടുത്ത വാതിലിലേക്ക്.